നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ജീവിതം നയിക്കാനാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പണമാണ് ഏറ്റവും വലിയ ധനമെന്നും അല്ലെങ്കിൽ മറ്റ് പല ഇത്തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളാണ് ഏറ്റവും വലിയ സന്തോഷം തരുന്നതെന്ന്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ സന്തോഷത്തിന്റെ ഒരു നിർവചനത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമായി മാറിയപ്പോഴാണ് അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നുള്ള ഒരു ദിനാചരണം പ്രഖ്യാപിച്ച് UN മുന്നോട്ട് വന്നത്. ശരിക്കും സന്തോഷം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനമായ ഒരു റൈറ്റ് ആണ് എന്നുള്ളതും, അതായത് ശരിക്കും പറഞ്ഞാൽ പോവേർട്ടി, അൺഎഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി അധികം മാൽന്യൂട്രീഷൻ, ഇത്തരത്തിലുള്ള ഒത്തിരി അധികം ഘടകങ്ങൾ, എന്തിന് വെറുതെ ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം, ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കരിയർ ഗ്രോത്ത് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് തിരിച്ച് വേണ്ടുന്ന ഒരു ഔട്ട്പുട്ട് വരാതെ വരുന്ന അവസ്ഥ, ഇത്തരത്തിൽ ഒരു രാജ്യം എത്രത്തോളം ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ഹാപ്പിനെസ് നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഓരോ രാജ്യത്തിൻ്റെയും ഹാപ്പിനെസ് ഇൻഡെക്സ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇന്ത്യയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ വളരെ പിന്നിലാണ്. എന്നാൽ ലോകത്ത് ആദ്യമായി ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം തന്നെ ആദ്യമായി കൊണ്ടുവരുന്നത് ഭൂട്ടാനാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ജനതയുള്ളത് ഭൂട്ടാനിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ലോക സന്തോഷ ദിനത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിൽ സന്തോഷത്തോടെ തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് ലേഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നുള്ളത് കണ്ണൂരിലുള്ള ഫിറ്റ്നസ് കഫേയിലാണ്. അവിടെയുള്ള സൂംബ ഇൻസ്ട്രക്ടേഴ്സായ പ്രിയ ആൻഡ് സാനിക ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ആദ്യമായി എന്താണ് സൂംബ? സൂംബ ആക്ച്വലി ഒരു ഡാൻസ് ബേസ്ഡ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ലോകത്തുടനീളം ഇപ്പോൾ ഏറ്റവും പോപ്പുലറും ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാമാണ് സുംബ. ഇത് ഒരു കൊളംബിയൻ ഡാൻസറാണ് ഇതിൻ്റെ ഫൗണ്ടർ. അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ ഫോംസ് ഓഫ് ഡാൻസാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. മെറിംഗെ, കുംബിയ, ഹിപ്പ് ഹോപ്പ്, സാൽസ തുടങ്ങിയ ഡാൻസ് രൂപങ്ങളാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസിക് സ്റ്റെപ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 1 hour ആണ് സുംബ ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. ഫുൾ ബോഡി വർക്കൗട്ടാണ്. കാർഡിയോവാസ്ക്യുലർ എക്സസൈസസ് ആണ് അതിൽ മെയിൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈക്ക് ഡാൻസ് സ്റ്റെപ്സ് പ്ലസ് എയറോബിക് സ്റ്റെപ്സ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി. ഇതിലൂടെ ലഞ്ചസ് ആൻഡ് സ്ക്വാട്സും കൂടി ഇതിൻ്റെ കൂടെ. ഈ ഡാൻസ് ഈ സൂംബയ്ക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇന്ന പേർക്ക് അല്ലെങ്കിൽ ഇത്ര ഏജിന് ശേഷം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. സുംബയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കും ചെയ്യാം. അതായത് ചെറിയ കുട്ടി തുടങ്ങിയിട്ട് 60+ വരെയുള്ള ആൾക്കാർക്ക് വരെ സുംബ ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷെ അവരവരുടെ ആരോഗ്യ കണ്ടീഷൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റും സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും എയിൽമെൻ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അത് ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോർമലി ഒരു നോർമൽ ഹെൽത്ത് കണ്ടീഷനിലുള്ള ഒരാൾക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് ഈവൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ആഫ്റ്റർ 3 months സുംബ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഡ്യൂ ആവുന്നത് വരയ്ക്കും എന്ന് വെച്ചാൽ എത്രത്തോളം അവർക്കാവോ അത്രയും ചെയ്താൽ മതി. ഇപ്പോൾ ഒരു പ്രായമായവരാണെങ്കിൽ അവർ ജംപ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുക. അവർക്ക് എന്താണോ ആവുന്നത്. സുംബയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വെറുതെ നിൽക്കരുത്. യു ഷുഡ് കീപ് മൂവിങ്, അത്രയേ ഉള്ളൂ. അപ്പം ഒരു എക്സസൈസും ചെയ്യാതിരിക്കുന്ന ഒരാൾ എത്രയോ ഒരു മൂവ്മെന്റ് 2-3 സ്റ്റെപ്പ് വെക്കുന്നു, അത്രയുമായി. അത് മെയിൻ പ്രിൻസിപ്പിൾ അതാണ്, ജസ്റ്റ് കീപ് മൂവിങ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആർക്കും ചെയ്യാം, കുട്ടികൾ തുടങ്ങി മുതിർന്നവർക്ക് വരെ. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ 60+ ആൾക്കാർ വരെ ചെയ്യുന്നു. 13 തൊട്ട് 60+ വരെ പോകുന്നുണ്ട്.
ഇത് വെയിറ്റ് ലോസുമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ? എന്താണ് ഇതിൽ? ആക്ച്വലി ഇതൊരു എക്സസൈസ് ഫോമാണ്. അതിലേക്ക് ഫിറ്റ്നസ്സിനാണ് വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇതിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞു നേരത്തെ, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഡാൻസ് ഫോംസ് ആണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഡാൻസ് ആണ് എന്നാണ് പലരുടെയും ഡാൻസ് എന്നാണ് എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ അതൊരു ഡാൻസ് ഫോം അല്ല, ഒട്ടും ഡാൻസ് ഫോം അല്ല. ഡാൻസിന്റെ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ഡാൻസ് ഫോംസിന്റെ ഒക്കെ ഒരു 3-4 ബേസിക് സ്റ്റെപ്സ് നമ്മൾ ഇതിനകത്ത് എടുക്കും. പക്ഷെ അത് കൊറിയോഗ്രാഫി ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്ന രീതിയിലുമാണ് ഡിഫറൻസ്. ഒരു നോർമൽ ഡാൻസ് ക്ലാസ്സിൽ ചെയ്യുന്ന പോലെ ഒരു ഡാൻസ് സ്റ്റെപ്സ് അല്ല നമ്മൾ ചെയ്യുക. ഇപ്പം ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോഡി, ഇപ്പോൾ ഒരു കൈ മൂവ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ കയ്യിൽ ആ ബോഡി പാർട്ടിലെ ഏത് മസിൽസിനെ എഫക്ട് ചെയ്തൊക്കെ രീതിയിൽ, കാലുകൊണ്ടാണെങ്കിൽ ഗ്ലൂട്ട്, കാല് ഹാംസ്ട്രിങ്സ് ആ മസിൽസിനെ എഫക്ട് ചെയ്യുക. ആബ്സ് ആണെങ്കിൽ ആബ്സ്, ഇപ്പോൾ നമ്മൾ ഹിപ്പ് ഷേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ആബ്സിനെ എഫക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ബോഡി പാർട്ടിലെയും മസിൽസിനെ എഫക്ട് ചെയ്യത്തക്ക രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഒരു റിതമിക് വർക്കൗട്ട്. റിതമിക് മ്യൂസിക് ബേസ് ചെയ്ത് ഡാൻസ് ചെയ്യും. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ഓരോ ബോഡി പാർട്ടും അറിയത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് നോർമലി ചുമ്മാ ഒരു ഡാൻസ് കളിക്കുന്ന പോലെയല്ല കളിക്കുന്നത്. ഇതിനൊരു പ്രോപ്പർ അത് അറിയാവുന്ന ഒരു ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പോയിട്ട് എടുക്കണം. എന്നാലും അതിന്റെ ശരിയായ ബെനിഫിറ്റ്. അതുകൊണ്ടാണ് സുംബ ചെയ്യുന്ന ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ സുംബ ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്ത് അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ നോളജ് ഉള്ളവരടുത്ത് പോയിട്ട് എടുക്കണം. ഇതെങ്ങനെയാ, ഡെയിലി ആണോ അതോ ഡെയിലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ എങ്ങനെയാണ്? വീക്ക്ലി 3 days ചെയ്താൽ മതി. ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടാണ്. 1 hour എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അടുപ്പിച്ച് ചെയ്യാൻ നമുക്ക് ഒരു നോർമൽ കണ്ടീഷനുള്ളവർക്ക് ആവില്ല. ലൈക്ക് അത്രയും ഹൈ ഇന്റൻസിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 hour ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ തന്നെ നമുക്കുള്ളതായി. ലൈക്ക് കാർഡിയോ വർക്കൗട്ടാണ്, മെയിൻ കാർഡിയോ ആണ്. അതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ നമുക്ക് ആവശ്യം ആയി. ലൈക്ക് ഒരു 1 hour നമ്മളൊരു 500 to 800 calories മസ്റ്റ് ബേൺ ആവുന്നുണ്ട്. അപ്പം ആ ഹെൽത്ത് ഇതിൽ നമ്മളിപ്പം നേരത്തെ ചോദിച്ച പോലെ ഫിറ്റ്നസ് എന്നുള്ളത് പറയുമ്പോഴത്തേക്കും അത് ബോഡി വെയിറ്റ് കുറയ്ക്കുക, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിപ്പം ഈ സുംബ പോട്ടെ, ഏതൊരു വർക്കൗട്ട് എടുക്കുവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളതനുസരിച്ച് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഒരു സുംബ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഓരോ ഭാഗങ്ങളെ എഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ അത് മനസ്സിലാക്കി ചെയ്യുക. എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് റിസൾട്ട്. ഒരു റിസൾട്ട് കാണണമെങ്കിൽ മാക്സിമം ഒരു 3 months നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് ഏതൊരു വർക്കൗട്ട് ആയിക്കോട്ടെ ഒരു 3 months ചെയ്യണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണ രീതി, നല്ല ഹെൽത്തി ഹാബിറ്റ്, ഫുഡ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം. നല്ല ഉറക്കം, നല്ലോണം വെള്ളം കുടിക്കുക, ഈ ഒരു വർക്കൗട്ട് ചെയ്യുക. ഇത് ചെയ്താലാണ് ഏതൊരു വർക്കൗട്ടിനും നമുക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് സുംബ. പിന്നെ ഇതിൽ സുംബയിൽ കൂടുതലായിട്ടെന്ന് വെച്ചാൽ ടപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വെയിറ്റ് ലോസ് അല്ല നമുക്ക് കാണാം. ഇഞ്ചസ് ലോസ് വേഗം ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്കൊരു ഡ്രസ്സ്, ആ ഡ്രസ്സിൽ നമുക്ക് ആ ഇഞ്ചസ് ലോസ് മനസ്സിലാക്കാം. സുംബയിൽ കൂടുതലായിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണുന്നത് അങ്ങനെയാണ്. ഇഞ്ചസ് ലോസ് ആണ് കൂടുതൽ. വെയിറ്റ് ലോസിനെക്കാളും ഒരു നമുക്ക് കറക്റ്റ് ആവാത്തൊരു ഡ്രസ്സ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ സുംബ ചെയ്ത് ഒരു 1 month 2 month കഴിഞ്ഞ് ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്നാ ഫീഡ്ബാക്സ് കിട്ടാറുണ്ടോ അവിടെ വന്ന? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് പറയുമ്പോൾ സുംബയുടെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം സുംബയുടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കാണ്. ലൈക്ക് നമുക്കറിയാം മ്യൂസിക്കിന് ഭയങ്കര ഹീലിംഗ് ഇഫക്റ്റ് ആണ്. നമുക്കൊരു സന്തോഷം വരുമ്പോഴോ ഒരു സങ്കടം വരുമ്പോഴോ മ്യൂസിക് കേൾക്കുന്നതുകൊണ്ട് എത്രത്തോളം നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടും നമുക്കറിയാം. അപ്പോൾ മ്യൂസിക് ഒന്ന്, സുംബയുടെ മ്യൂസിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സുംബ ക്ലാസ്സുകളിലെ മ്യൂസിക് സുംബയ്ക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിനു വേണ്ടി ഇന്റർനാഷണൽ സിംഗേഴ്സ്, പോപ്പ് സിംഗേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഉണ്ടാക്കി ചിട്ടപ്പെടുത്തുന്ന പാട്ടുകളാണ്. അപ്പം ഇതെല്ലാം പുറമേ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് കുറവായിരിക്കും. ഇംഗ്ലീഷ് പിന്നെ ലാറ്റിൻ സ്പാനിഷ് ഒക്കെയാണ് പാട്ടുകൾ വരുന്നത്, ഫ്രഞ്ചും സ്പാനിഷും ഒക്കെയാണ്. അപ്പം നമുക്ക് കേട്ട് പരിചയം ഒട്ടും ഉണ്ടാവില്ല. പക്ഷെ ഒരു ക്ലാസ്സിൽ വന്ന് ഒരു 2-3 തവണ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനോട് തന്നെ ഇഷ്ടം, നമുക്കതിനോട് ഇഷ്ടം വരും. നമ്മളെ മൈൻഡിന് ഒരു സൂതിങ് ഇഫക്റ്റ് ഉണ്ട്. അത് ഹൈ പെപ്പി നമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്ലോ ടോണിലുള്ള പാട്ടുകളും ഉണ്ട്. 2 ഇതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സുംബയുടെ പാട്ട്. ആ പാട്ട് കേട്ട് നമ്മൾ ഡാൻസ് കളിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ ഈ ഓരോ ഭാഗങ്ങൾ അറിയത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുംബ ഫോളോ ചെയ്യുന്ന ഒരു ഇന്റർമിറ്റന്റ് ട്രെയിനിങ് എന്നൊരു ടെക്നിക്ക് അതിനകത്തുണ്ട്, ഒരു സയൻസ് ഉണ്ട് അതിനകത്ത്. അതായത് നമ്മളൊരു പാട്ടെടുത്ത് ഫസ്റ്റ് ഒരു വാമപ്പ് കാണും. അപ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ചൂടായി ചെയ്ത ശേഷം ഒരു ഹൈ ഇൻറ്റൻസിറ്റി പാട്ട് കളിക്കും. അത് കഴിഞ്ഞ ഉടനെ ഒന്ന് ലോവർ ചെയ്യും, ഒരു മീഡിയം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു ലോ ഇൻറ്റൻസിറ്റി പാട്ട് വീണ്ടും കയറ്റും. അപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു പോയിന്റിൽ എത്തിക്കുന്നു, വീണ്ടും കുറയ്ക്കും, പിന്നെയും കൂട്ടും. അത് അങ്ങനെയാണ് ഇതിൻ്റെ
അങ്ങനെ വേണം ഒരു ക്ലാസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നു. അപ്പോൾ നമ്മൾ കാറ് ഒരേ ഗിയറിലിട്ടിട്ട് ഒരു ബൈക്ക് ഓടിക്കുന്നു, ഒരു ഡിസ്റ്റൻസ് ഓടിക്കുന്നതും ഇടയ്ക്ക് ഓഫ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഇടയ്ക്ക് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും നമ്മുടെ പെട്രോൾ കത്തുന്നത്? ഓഫ് ചെയ്ത്. അപ്പോൾ അതേപോലെ എഫക്റ്റ് ആണ്. നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് ഒരു റേറ്റ് കൊണ്ടുവന്ന് വീണ്ടും കുറച്ചു, വീണ്ടും കൂട്ടി. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്യൂവലും കൂടുതൽ കത്തണം, നമ്മുടെ ഇത് എന്താണ് കാലറീസ് കൂടുതലായിട്ട് ബേൺ ചെയ്തു. അപ്പോൾ ആ ഒരു ടെക്നിക്ക്. അപ്പോൾ സുംബ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എവിടെയെങ്കിലും ക്ലാസ് കാണുമ്പോൾ പോലെ പ്രോപ്പർ ആയിട്ടുള്ളവരാണോ മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. ലൈക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്ത്, ഈ ഒരു സയൻസ് അതിന്റെ പിറകിലും ഇങ്ങനെ ഓരോ ടെക്നിക്ക് ഫോളോ ചെയ്താണ് ഒരു ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മളൊരു സ്ക്വാട്ടും ലഞ്ചസും ഒക്കെ ഉണ്ടാവും ഒരു വർക്കൗട്ടിനിടയിൽ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഇഞ്ചുറീസ് വരും. കുറേ പേർക്ക് അതൊരു സംശയമുണ്ട്, ഇഞ്ചുറി ലൈക്ക് മുട്ടുവേദന വരും സുംബ കളിച്ചാൽ, അങ്ങനെ ഒരു ധാരണയുണ്ട്. സുംബ ചെയ്യുമ്പോൾ ഷൂസ് ആവശ്യമാണ്, മസ്റ്റ് 100% ഷൂസ് വേണം, അതും നല്ല ഷൂസ് യൂസ് ചെയ്യണം. പിന്നെ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ആ തെറ്റായ ഒരു മൂവ്മെൻറ്റ്, ഇനിയിപ്പോൾ ഏത് ഒരു സ്പോർട്ട് ആയിക്കോട്ടെ, നമ്മൾ ശരിക്കും അല്ല നമ്മൾ അത് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് മാത്രമേ സുംബ ചെയ്യുമ്പോഴും ഉണ്ടാവുള്ളൂ. അതായത് പ്രോപ്പർ അല്ല ചെയ്യുന്നതെങ്കിൽ ഇഞ്ചുറി വരും. അല്ലാതെ ഒരു വേറെ സുംബ ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും. പിന്നെ ആ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും നല്ല എനർജറ്റിക് ആയി മാറുമെന്ന് തോന്നുന്നു. പിന്നെ അവർക്കൊരു എക്സസൈസ് ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രഡീഷണലായ യോഗയും കാര്യങ്ങളൊക്കെ പലരും തുടങ്ങി വെച്ച് അതവിടെ ഇട്ടുപോകുന്നൊരു പ്രവണതയുണ്ട്. ഇതാവുമ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അതേപോലെയാണ്. ഇപ്പൊ ഇത് ഒരു ജിമ്മിൽ പോയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയി ചെയ്യാം, ഒറ്റയ്ക്ക് നടക്കാൻ പോവുക ഒക്കെ നമുക്ക് മടുക്കും. ഒരു 2-3 പേര് ഒരുമിച്ച് വരുന്നു. അപ്പൊ അവരെ അത് പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം. കുറെ പേരെ കാണുന്നു, അവരൊപ്പം നമ്മൾ ഡാൻസ് കളിക്കുന്നു. അപ്പൊ നമ്മൾ മിററിൽ കാണാം, നമ്മൾ നമ്മളെ തന്നെ കണ്ട് ആസ്വദിച്ചാണ് കളിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നന്നായി കളിക്കുന്നു ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടെ ഇരിക്കുന്ന ആൾ കളിക്കുന്നു, അവർക്കത് ആവുന്നുണ്ട്, അപ്പൊ വൈ കാൻഡ് ഐ ട്രൈ, അപ്പൊ എനിക്കും പറ്റും. അപ്പൊ നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അപ്പം നാളെ ക്ലാസ്സിന് പോകും, നീ പോകുന്നുണ്ടോ എന്ന് ഞാനും ഉണ്ട്. അപ്പം ആ ക്ലാസ്സിന് പോകാനൊരു മോട്ടിവേഷനാണ് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അപ്പം ഗ്രൂപ്പ് ഫിറ്റ്നസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജ് അതാണ്. കുറേ പേര് ഒരുമിച്ച് പോകുമ്പോൾ നമുക്കത് ചെയ്യാനൊരു സന്തോഷം, പോകാനുള്ളൊരു സന്തോഷം, ഒരു സോഷ്യൽ സ്കിൽസ്. ഇപ്പം ഞാൻ പറയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ഹൗസ് വൈഫ്സ് ഒക്കെ ആണെങ്കിൽ രാവിലെ തിരക്ക് പിടിച്ച പണിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയി, അത് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒരു കല്യാണം കഴിഞ്ഞ് പിള്ളേരായി കഴിഞ്ഞ ഒരു സ്റ്റേജിൽ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അത് ആ ഒരു ഇതിലിരിക്കുന്നവർക്കറിയാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു സ്ഥലങ്ങളിൽ പോവുകയും ആൾക്കാരായിട്ട് ഇടപഴകുകയും ഇതുപോലെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് അവർക്ക് എപ്പോഴും മൈൻഡിന് കുറച്ചൊരു നല്ലതാണ്. ലൈക്ക് ഒരു സന്തോഷം തരുന്നത്. ആ സന്തോഷത്തിൻ്റെ ഇത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിലെ പാട്ടും ഡാൻസും നമുക്കറിയാം ഒരു ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യം. ലൈക്ക് ഓട്ടോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഡാൻസ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നമ്മൾ അറിയാതെ ലൈക്ക് ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്ന എൻഡോർഫിൻസ്, അതൊരു ഹാപ്പി ഹോർമോണാണ്. നമ്മുടെ സ്ട്രെസ് ലെവലും ടെൻഷൻസൊക്കെ ഒന്ന് കുറച്ച് നമുക്കൊരു സന്തോഷം തരും. അതാണ് സുംബ ക്ലാസ്സിൽ നടക്കുന്നത്. നമ്മളൊരു ഡാൻസ് മൂവ്മെൻറ്റ് ചെയ്യുന്നു, നമ്മളെ കണ്ട് ആസ്വദിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഹാപ്പി ഹോർമോൺ നമുക്ക് റിലീസാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞതുപോലെ നമ്മൾ ഇവരാരും അറിയുന്നില്ല അവർ വർക്കൗട്ട് ചെയ്യണം, എൻജോയ് ചെയ്യാണ്. സ്റ്റെപ്സ് ശരിക്കും ഒരു എക്സസൈസ് ഫോമിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പക്ഷെ അറിയുന്നില്ല, അറിയാതെ അവരത് എൻജോയ് ചെയ്ത് അതന്നെയാണ് ഏറ്റവും വലിയ ലേസിനെസ് മാറി ഇറങ്ങാനുള്ള ഒരു താല്പര്യം അത് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇതൊരു ശരിക്കും എക്സസൈസ് ഇൻ ഡിസ്ഗൈസ് ആണ്, അങ്ങനെ വർക്കൗട്ട് ഇൻ ഡിസ്ഗൈസ് എന്നാണ് സുമേന പറയുക. കാരണം അറിയുന്നില്ല, ലൈക്ക് നമ്മൾ പാർട്ടിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നു, ഇവിടെ എല്ലാവരും കൂടി സന്തോഷിക്കുന്നു, ഒച്ചയിടുന്നു, ഡാൻസ് കളിക്കുന്നു, പോകുന്നു. ലൈക്ക് എല്ലാവർക്കും. അപ്പൊ നേരത്തെ ചോദിച്ചില്ല സൗണ്ടിന്റെ എഫക്ട്, സൗണ്ട് ഇഫക്റ്റ് നമ്മൾ അറിയാതെ കുറെ ശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നത് സന്തോഷം കൊണ്ട് പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ ഫീഡ്ബാക്സ് ഈ വെയിറ്റ് ലോസ് ഫീഡ്ബാക്സ് പോലെ തന്നെയാണ്. ലൈക്ക് മെന്റൽ ഫിറ്റ്നസ്, ഫിസിക്കൽ മാത്രമല്ല മെന്റൽ ഫിറ്റ്നസ്, ഇമോഷണലി മെന്റലി ഒക്കെ കുറേ റിലീഫ്
വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഇവിടെ വരുമ്പോൾ ജോലി ചെയ്യുന്നവർക്കായാലും കൂടി ജോലിക്ക് പോയിട്ട് ക്ലാസ്സിന് വരുമ്പോൾ അവർ പറയും ഈ ഫുൾ ഡേയിലെ ടെൻഷനൊക്കെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം പോയി. ഇനി വീട്ടിൽ പോയിട്ട് ഇനി അടുത്തൊരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതിന് നമുക്ക് തന്നെ എനർജി കിട്ടും. രാവിലെ ഇത് വന്ന് ചെയ്തിട്ട് പോയാൽ ഹോൾ ഡേ നമുക്ക് ആ എനർജി ഉണ്ട്. ലൈക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു ഉന്മേഷമുണ്ട്. നാളെ രാവിലെ ക്ലാസ്സിന് വരാനും അല്ല, ഏർലി മോർണിംഗ് ക്ലാസ്സിന് വരുന്നവർ അങ്ങനെ പറയും, ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡേക്ക് ഉള്ള നമുക്ക് എനർജി പാക്ക് ചെയ്ത് വെച്ചു എന്നല്ലേ. അത് ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിന്. അത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയതാണ് അതിന്റെ ഒരു മെയിൻ ഇത്. സൂംബ ട്രെയിനേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഇതൊരു ലേഡീസ് അവർ പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് ലേഡീസിനോടായിട്ടൊരു മെസ്സേജ് ഉണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്പീഡാണ്, എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭക്ഷണ രീതിയും നമ്മുടെ ജീവിതശൈലിയും ഒക്കെ ഭയങ്കര എടുപിടുന്നതാണ്, എല്ലാം ഫാസ്റ്റ് ഫുഡ് ശൈലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ, ഇപ്പം നമ്മുടെ അമ്മയോ അമ്മമ്മമാർക്കൊക്കെ ഒരു വേദനകളും അസുഖങ്ങളും വന്നിരുന്ന പ്രായമല്ല നമുക്ക് അതിനേക്കാളും എത്രയോ മുമ്പേ നമുക്ക് വന്നു തുടങ്ങി. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റും ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്കത് വരുന്നത്. അതുകൊണ്ട് ആരും ഒരു വയസ്സാവട്ടെ, ഒരു 40 വയസ്സാവട്ടെ, എന്നിട്ട് ഞാൻ എക്സസൈസ് ചെയ്യാമെന്ന് നോക്കട്ടെ. 18+ തുടങ്ങിയിട്ട് ആർക്കും എന്ന് വെച്ചാൽ റെഗുലറായിട്ട് ഒരു എക്സസൈസ് ഏതും സുംബ എന്നല്ല ഞാൻ പറയണേ, എന്തെങ്കിലും ഒരു വർക്കൗട്ട്, നടക്കാൻ പോവുക, എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ലൈക്ക് എന്തായാലും ഇനി മസ്റ്റായിട്ട് ഇനിയുള്ളൊരു തലമുറ ലൈക്ക് പല അസുഖങ്ങളും വരാതിരിക്കാൻ നമ്മൾക്ക് സഹായിക്കും. നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊരു വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ എൻഡ്യൂറൻസ്, നമ്മുടെ ഇതെല്ലാം നമുക്ക് ഒരുപാട് കാലം വേണ്ടതാണ്, നമ്മുടെ കൈയും കാലും മസിലുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കാലാവധി നീട്ടി കിട്ടാനും ഫ്ലെക്സിബിലിറ്റി, ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, നമ്മളൊരു വെയിറ്റ് കുറയുന്നു എന്നുള്ളത് കാണുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. കുറേ ആൾക്കാരെ കാണാനും മിണ്ടാനും നമുക്ക് നമ്മളെ തന്നെ പുറത്തേക്ക് നമ്മളറിയാതെ നമുക്കൊരു കോൺഫിഡൻസ് വരുവാണ്. നമ്മളൊരു ജീവിക്കാൻ എനിക്കും പറ്റും ഇതൊക്കെ ചെയ്യാന്ന് ഒരു തോന്നൽ വരും നമുക്ക് തന്നെ. പലവർക്ക് ബോഡി ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ ഇപ്പം സ്ലിം ആവണം എന്നല്ല പറയണത്, ഒരു ഫിറ്റ് ആവണം എന്നാണ്. തടി ഉണ്ടെങ്കിലും ഒരാളൊരു റെഗുലർ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിറ്റ് ആയിരിക്കും. രാവിലെ എഴുന്നേക്കാനും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഒരു എനർജി കിട്ടും. ലേഡീസിന് സ്പെഷ്യലി ഞാൻ എടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളാണ് നമ്മുടെ വീട് നോക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇതെല്ലാം ഇവർക്ക് വേണ്ടി അത് ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു, ഭർത്താവിന് വേണ്ടി, അമ്മ അച്ഛൻ ഇതൊക്കെ ചെയ്തിട്ട് അവസാനം നമുക്ക് വയ്യെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പം ആദ്യം നമുക്ക് വേണ്ടി 1 മണിക്കൂർ കണ്ട് മാറ്റി വെക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ ബൈ.